ഇതൊരു പഴയ തറവാടായതുകൊണ്ട് ഇവിടെ ചില വെച്ചാരാധനകളൊക്കെ ഉണ്ട്. ദുർമരണങ്ങള് പലത് നടന്ന തറവാട്. 150 വർഷങ്ങൾക്ക് മുമ്പാ. അഴിച്ചിട്ട തലമുടി, നെറ്റിയിൽ ചുവന്ന കുങ്കുമം, ആരെയും ഭീതിപ്പെടുത്തുന്ന ശരീരപ്രകൃതം. 20 വർഷങ്ങൾക്ക് ശേഷം ആ ക്ലാസിക് പടവും കഥാപാത്രവും വീണ്ടും വെള്ളിത്തിരയിൽ ചലനമുണ്ടാക്കാൻ പോവുകയാണ്. പണ്ടെന്നോ ദുർമരണപ്പെട്ട 2 ആത്മാക്കളെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന സ്ഥലമാണ്. 1993 ഡിസംബർ 25 അന്നായിരുന്നു ആ ചരിത്ര സിനിമയുടെ തുടക്കം. മോഹൻലാൽ, ശോഭന, സുരേഷ് ഗോപി എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഫാസിൽ എന്ന ഹിറ്റ് സംവിധായകന്റെ സംവിധാനത്തിലും മധുമുറ്റം എന്ന തിരക്കഥാകൃത്തിന്റെ തൂലികയിലും പിറന്ന കഥയും കഥാപാത്രങ്ങളും. വിലക്കപ്പെട്ട മുറിയായിരുന്നു അത്. ഇനിയിപ്പോ എന്തൊക്കെയാ വരുന്ന? ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പറഞ്ഞാൽ താൻ വിശ്വസിക്കുവോ? ഹൊറർ കോമഡി ജോണറിൽ വന്ന സിനിമയ്ക്ക് അന്ന് ക്യാമറ ചലിപ്പിച്ചത് വേണു, ആനന്ദക്കുട്ടൻ, സണ്ണി ജോസഫ് എന്നിവർ ആയിരുന്നു. അതുവരെ ഇറങ്ങിയ മലയാള സിനിമയിൽ നിന്നും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമ കൂടിയായിരുന്നു മണിച്ചിത്രത്താഴ്. ഇന്നസെന്റ്, കുതിരവട്ടം പപ്പു, തിലകൻ, നെടുമുടി വേണു, സുധീഷ്, KPSC ലളിത, KB ഗണേഷ് കുമാർ എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ. സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സണ്ണി എന്ന കഥാപാത്രമായിട്ടായിരുന്നു മോഹൻലാൽ ആ സിനിമയിൽ എത്തിയത്. ഇവൻ അമേരിക്കയിൽ നിന്ന് വന്ന വലിയ ഡോക്ടറാണ്. ഈ ഭ്രാന്തിന്റെ മറ്റുമൊക്കെ. ഒരേ സമയം ഗംഗയും നാഗവല്ലിയുമായി പ്രേക്ഷകരെ ത്രസിപ്പിച്ചപ്പോഴും ആ നോട്ടവും ഭാവങ്ങളും നൃത്ത ചുവടുകളും അത്ഭുതത്തോടെ നോക്കി നിന്ന നിമിഷങ്ങൾ. ചിത്രത്തിന്റെ സെക്കൻഡ് യൂണിറ്റിൽ അന്ന് ഡയറക്ടേഴ്സായി സിബി മലയിൽ, പ്രിയദർശൻ, സിദ്ദിഖ് ലാൽ എന്നിവരും ഉണ്ടായിരുന്നു. മറക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങളും പാട്ടുകളുമൊക്കെ കാലത്തിനിപ്പുറവും പ്രേക്ഷകരിലൂടെ ജീവിക്കുമ്പോഴും ചിത്രത്തിലെ ഓരോ രംഗങ്ങൾക്കും സംഭാഷണങ്ങൾക്കും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ചിത്രപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ. എന്തായാലും എനിക്ക് ആ മുറിന്ന് തുറന്നു കാണണം. മനസ്സിൽ നിന്ന് ഇന്നും മായാത്ത ആ വരികൾക്ക് ആ നീളം നൽകിയത് ജോൺസൺ മാഷ്, ബിച്ചു തിരുമല, MG രാധാകൃഷ്ണൻ എന്നിവരായിരുന്നു. ഇപ്പോൾ ഇതാ 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ കഥയും കഥാപാത്രങ്ങളും നമ്മളെ തേടി എത്തിയിരിക്കുകയാണ്. വെള്ളിത്തിരയിൽ ആ സിനിമ വീണ്ടും ചലിക്കുമ്പോഴും അതിലെ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരിൽ പലരും മൺമറഞ്ഞു പോയിരിക്കുന്നു. അവരെ നമുക്ക് സ്മരണയോടെ ഓർക്കാം. ശബരിമല ശാസ്താവാണ്, ഹരിഹര സുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും.